ഹലോ ഗംഭീരം തകർത്തു വാരി മാർക്കാണ്ട് ഗുഡ് ബാഡഗിൽ ലെവല് പടം സൂപ്പർ, വേറെ ലെവൽ. 3 മണിക്കൂർ സൂപ്പറായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് പടം വന്നിട്ട് 3 മണിക്കൂർ എൻജോയ് ചെയ്യണമെങ്കിൽ എല്ലാം പറഞ്ഞ് ആർപ്പ് വിളിച്ച് ഒച്ച ഉണ്ടാക്കി ആഘോഷിക്കണമെങ്കിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തോ 100% ഷുവർ വേണോ. അത്രയ്ക്ക് പൊളിയായിട്ട് നമുക്ക് എൻ്റെ സൗണ്ട് വരെ പോയി ഉള്ളിൽ നിന്ന്. അത്രയ്ക്ക് ഡാൻസ് കളിക്കാൻ, പാട്ട് പാടാൻ, എന്ത് വേണം ചെയ്യാം. നിങ്ങൾ എൻജോയ് ചെയ്യുകയാണെങ്കിൽ പടം ടിക്കറ്റ് ബുക്ക് ചെയ്തോ. പടം സൂപ്പർ ഹിറ്റ്, 100% ഷുവർ. ദിലീപ് കംബാക്ക് ആണ്. ദിലീപ് വന്നു, തിരിച്ചു വന്നു. ഇതാണ് നമുക്ക് വേണ്ടത്. ഇത് കിട്ടിയിരുന്നു. എന്റെ പോലെ കോംബോ വേറെ ലെവൽ. ദിലീപ് മോഹൻലാലിന്റെ കോംബോ ഒന്നും പറയാനില്ല, വേറെ ലെവൽ മച്ചാ. ഗൂസ് ബംസ്. നമുക്ക് എണീറ്റും ഡാൻസ് കളിക്കണം, എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല സിറ്റുവേഷൻ ആയിരുന്നു. കാരണം അങ്ങനത്തെ ഒരു കോംബോ, പല പാട്ടുകൾ എൻ്റെ പൊന്നോ ടോട്ടലി യൂത്തിന് വേണ്ടി ഇറക്കിയ വേറെ ലെവൽ വന്നു. നമ്മുടെ മാർക്കാൻ്റെ ലെവലില്ല, മാർക്കാൻ്റെ ഗുഡ് ബാഡഗിൽ സെറ്റപ്പില് മലയാളത്തിൽ ആദ്യമായിട്ട് ഇറങ്ങുന്ന പടം. വേറെ ലെവൽ, എൻജോയ് ചെയ്യാൻ പറ്റും, സൂപ്പറായിട്ട് കാണാൻ പറ്റും. 3 മണിക്കൂറോ ഒന്നും എല്ലാം മറന്ന് എൻജോയ് ചെയ്യാൻ പറ്റും. ആ രീതിയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. വേറെ ലെവലാണ്, വേറെ ലെവൽ. ഒരു രക്ഷയില്ല. എൻ്റെ പൊന്നങ്ങനെയൊക്കെ എന്ത് കാണിക്കുന്നത്, എന്ത് രസമായിട്ട് ചെയ്തൊക്കെ അറിയാമോ. എനിക്ക് ഭ്രാന്ത് പിടിച്ചു. തമാശ എനിക്ക് ഭ്രാന്തായി. ഇത് എല്ലാ സിനിമയും കൂടെ മിക്സ് ചെയ്യും. മണിച്ചേട്ടൻ്റെ പാട്ട്, ഏതൊക്കെ സിനിമ എങ്ങോട്ടൊക്കെ പോകുന്നത് എനിക്കെന്താ മൊത്തത്തിൽ നമുക്ക് ഒരു എന്താ പറയണേ, ആ ഒരു ചരക്കടിച്ച ഫീലുണ്ട്. അതൊക്കെ ഉണ്ട്, ഒരു ഫീലുണ്ട്. നിങ്ങൾ മാറ്റി തിയേറ്റർ പൂരപ്പുറമ്പ. ലാലേട്ടൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ലാലേട്ടൻ്റെ കയ്യിലേക്കാണ്. നമ്മൾ പറയുന്നത് ഇത് ദിലീപേട്ടൻ്റെ സിനിമ അല്ല കേട്ടോ. ഇതിൽ ദിലീപേട്ടൻ മാത്രമായിട്ട് എൻ്റെ സിനിമ, എൻ്റെ ബോഡി, എൻ്റെ മുഖം, അങ്ങനെയുള്ള സിനിമ അല്ല. കിട്ടിയവർക്കെല്ലാം നല്ല തകർത്തു. ധ്യാൻ ശ്രീനിവാസൻ്റെയൊക്കെ പടക്കസ്റ്റാറിൻ്റെയൊക്കെ പടം ആദ്യമായിട്ടാണ് ഞാൻ തിയേറ്ററിൽ നിന്ന് എൻജോയ് ചെയ്യുന്നത്. പടക്കസ്റ്റാറൊക്കെ പൊളിച്ച് രക്ഷയില്ല. ധ്യാൻ ശ്രീനിവാസൻ, വിനീത് ശ്രീനിവാസൻ, ബൈജു, മോഹൻലാല്, ദിലീപ്, ഇതിൽ അഭിനയിച്ചിട്ടുള്ള എല്ലാവരും മികച്ച ഗംഭീര പ്രകടനമാണ് എല്ലാവരും. എനിക്ക് പേരെടുത്ത് ഞാൻ ഇനി പറഞ്ഞ് ഓർത്തു പറഞ്ഞിട്ട് ഒരു സമയമില്ല. എനിക്ക് എൻ്റെ വട്ടായി. ഫൈറ്റൊക്കെ അതിലേ പറയാം. ലാലേട്ടൻ വന്ന് തൂക്കി എടുത്തോണ്ട് പോവാണ്. ലാലേട്ടൻ വന്ന് കഴിഞ്ഞാൽ നമ്മുടെ രോമമൊക്കെ എഴുന്നിട്ട് നൃത്തം ഇങ്ങനെ കളിക്കും. 100% ഇത് പ്രാന്ത സിനിമയാണ്. എല്ലാം ബോബി സുന്ദർ, ഷാൻ ഒക്കെ തകർത്ത് തൂത്തുവാരിയിട്ടുണ്ട്. നമ്മള് പാട്ടിനൊക്കെ അങ്ങനെയൊന്നുമല്ല. ഇത് ഫുൾ വിഷ്വൽ വരുമ്പോഴത്തേക്ക് അഴിഞ്ഞാട്. ഇത് കട്ടുപൊളിപ്പൻ പടമാണ്, കട്ടുപൊളിപ്പൻ. ഞാൻ ഗ്യാരണ്ടി വേണം. എന്നെ സിനിമാക്കാർ അത് കേട്ടാലും അവരിനി എന്നെ എന്ത് ചെയ്താലും എനിക്ക് പ്രശ്നമല്ല. റൈറ്റ് ചെയ്താക്കും പ്രാന്താണ്. ഈ കാണില്ല എന്ന് പറഞ്ഞവർക്ക് ഒരു നഷ്ടമായിട്ട് മാറും. ഒരു നഷ്ടമില്ല. ഇതൊന്നും വിവാദത്തിൽ ഈ സിനിമ പെടുകയില്ല. കാരണം ഇത് വിവാദ സിനിമ അല്ല. ഇത് ദിലീപേട്ടനൊന്നും അല്ല ഇത് ഭരിക്കുന്നത്. ഇത് എല്ലാവരും കൂടി മിക്സ് ചെയ്ത് ഭരിക്കുന്ന സിനിമയാണ്. ഇത് ഞാൻ പറഞ്ഞില്ല, റൈറ്ററിന് പ്രാന്താണ്. പടത്തിനെ കുറിച്ച് എന്താ ഞാൻ പറയുക. പടം എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ പടം. അതായത് ഒരു തിയേറ്റർ വൈബ് ഉണ്ടല്ലോ. പടം തുടങ്ങിയ അവസാനം വരെ നമ്മൾ ഒരേ വൈബിൽ നിന്ന് പടം കാണണമെങ്കിൽ അതൊരു എന്താ പറയുക, എക്സ്ട്രാ ത്രില്ലർ മൂവി ആയിരിക്കും. അതുപോലെ ഒരു എക്സ്ട്രാ ത്രില്ലർ മൂവിയാണ്. ഒരു രക്ഷയില്ല. ദിലീപിനൊക്കെ വേറിട്ട റോള്, കിഡിലം പെർഫോമൻസ് ദിലീപിൻ്റെ. അതുപോലെ തന്നെ ലാലേട്ടൻ്റെ എൻട്രി ഒരു രക്ഷയില്ല. റൊമാൻറ്റിഫിക്കേഷനാണ് ലാലേട്ടൻ വരുമ്പോൾ ഓരോ സീനും പൊളി, വേറെ ലെവൽ. മോഹൻലാലിൻ്റെ എൻട്രി ഗംഭീരമാണ്. പക്ഷെ ആ എൻട്രി പോലും ദിലീപിന് ഇത് കിട്ടിയില്ല. മോഹൻലാലിൻ്റെ ശരിക്കും പറഞ്ഞാൽ പടം മുഴുവൻ മോഹൻലാൽ തൂക്കം നമ്മൾ വിചാരിച്ചു പോയി. ഫൈറ്റൊക്കെ സൂപ്പറാ, ഒരു രക്ഷയില്ല. പടം നമ്മൾ ഒരേ ലെവലിൽ കൊണ്ടുപോകും. ഈ പടം തുടങ്ങുമ്പോൾ പറഞ്ഞ നോ ലോജിക്. ആ നോ ലോജിക് ഇല്ലാതെ പടം കാണാൻ പറ്റുന്നവർ മാത്രം കയറിയാവുന്നു. കാരണം അത്രക്കും എന്താ പറയുക, ഒരു എൻ്റർടൈൻമെൻറ്റ്. തെലുങ്ക് മൂവിസിലെ ഫൈറ്റിലൊക്കെ പറയുന്നത് അങ്ങനെയൊക്കെ അതൊന്നും പറയാൻ പറ്റില്ല. അത് എല്ലാ കാലവും ഇപ്പോൾ തെലുങ്ക് ഇതൊന്നും പറഞ്ഞ് നടക്കുന്നവരൊക്കെ അത് വേറെ പഴയ കാഴ്ചപ്പാടുള്ളവരാ. ഇതെന്ന് പറഞ്ഞാൽ സിനിമയൊക്കെ മാറി, എല്ലാ ഇതും മാറി. നമ്മൾ ആ ലെവലിലേക്ക് കിട്ടില്ല. ആ പാട്ട്, ആ ആവേശം, ആ വൈബ് ഒരു വേറെ ലെവലാണ്. ആ മോഹൻലാലിൻ്റെ ഓരോ സീനും പീക്ക് സീനാണ്. മോഹൻലാലിന് നമ്മളൊരു നടനെ ഒരു ഗസ്റ്റ് റോളായിട്ട് വിളിക്കുമ്പോൾ അതിൻ്റെതായ റോള് കൊടുത്തില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമായിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഫാൻസ് ഭയങ്കര പ്രശ്നമുണ്ടാകും. ഇത് എനിക്ക് തോന്നുന്നു ഫാൻസ് ഒരു 4-5 തവണ ആ മോഹൻലാലിൻ്റെ സീന് കാണാൻ വേണ്ടി മാത്രമേ ഈ പടം കാണാൻ പവർഫുൾ കംബാക്ക്. ദിലീപിൻ്റെ വേറിട്ട പെർഫോമൻസ് ആണ്. ഒരു രക്ഷയില്ല. അയ്യോ അവരോട് കാണാതിരിക്കണ്ടേ, അവിടെ കാണാതിരുന്നോട്ടെ. അവർക്ക് നഷ്ടം അത്രേ പറയുള്ളൂ. തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. കാരണം അത്രക്കും പവർഫുൾ എക്സ്പീരിയൻസ് ആണ്.
നമ്മൾ സ്ഥിരമായൊരു തിയേറ്ററിൽ നിന്ന് പടം കാണുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഓരോ പടത്തിനും നമുക്ക് ഓരോരോ എക്സ്പീരിയൻസ് മനസ്സിലാവും. അതിൽ വെച്ച് ഞാൻ പറയാണ് തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റ് മൂവി. ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ പറ്റില്ല. ഈ അടുത്ത കാലത്ത് എനിക്ക് ഇതിലൊരു എക്സ്പീരിയൻസിൻ്റെ ആവേശം ഫഹദ് ഫാസിലിൻ്റെ അതിലും ഡബിളാണിത്. വേറെ ലെവൽ. ആവേശത്തിലും ഡബിളാന്ന് പറയുമ്പോൾ തിയേറ്റർ എക്സ്പീരിയൻസ് പറഞ്ഞ് മനസ്സിലാക്കണ്ടല്ലോ. പ്രത്യേകിച്ച് ആ പാട്ട് മോഹൻലാൽ വരുന്ന സീനൊക്കെ വേറെ ലെവൽ. മോഹൻലാലൊക്കെ വരുന്ന ഓരോ സീനും റൊമാൻസിഫിക്കേഷനാണ്. ഫാൻസ് ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ, ഒരു 3-4 തവണ മിനിമം മോഹൻലാലിനെ കാണാൻ വേണ്ടി മാത്രം ഈ ഫാൻസിന് വേണ്ടിയുള്ള പടം എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ മോഹൻലാൽ ഫാൻസിനും ദിലീപ് ഫാൻസിനും അടിച്ചു പൊളിക്കാൻ പറ്റിയ പടം. ഈ മ്യൂസിക് ഇറങ്ങിയ സമയത്ത് ഭയങ്കരമായിട്ട് ഷാൻ റഹ്മാന്റെ മ്യൂസിക്കിന് കുറച്ചൊരു ഇതുണ്ടായിരുന്നു. തിയേറ്റർ കണ്ട മ്യൂസിക് ഒക്കെ അടിപൊളിയാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. അത് ഷാൻ റഹ്മാൻ കുറേ മ്യൂസിക് ഇതാക്കിയിട്ടുണ്ട്, അതുകൊണ്ടാണ്. വേറെ കുഴപ്പമൊന്നുമില്ല, മ്യൂസിക്കൊക്കെ നന്നായിട്ടുണ്ട്. കൊള്ളാം, നല്ല പടമാണ്. നല്ല പടം. വളരെ ഭംഗിയായിട്ട് അതിനെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. തുടക്കം മുതൽ അവസാനം വരെ ത്രില്ലിംഗ് ആണ്. എല്ലാ പ്രേക്ഷകർക്കും കാണാവുന്ന രീതിയിലുള്ള ഒരു നല്ലൊരു പടമാണ്. എന്തായാലും കേരളത്തിൽ നല്ലൊരു ശതമാനം ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയാണ്. ക്രിസ്മസിൻ്റെ ഏറ്റവും നല്ല സമ്മാനമാണ് ഈ തന്നിട്ടുള്ള ബബ്ബ മൂവി. കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഏത് ഇറങ്ങിയപ്പോൾ കുറേ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു മ്യൂസിക്കിന്. ഇപ്പോൾ തിയേറ്ററിൽ കണ്ടപ്പോൾ എന്ത് തോന്നി? വിമർശനങ്ങൾ ദിലീപ് എന്ന വ്യക്തിയെ വിമർശനം ഉണ്ടാവും. ഇല്ല, പടം നല്ല പടം. കാരണം വെച്ചാൽ ഒരു പടത്തിൽ ഒരു വ്യക്തിയല്ലല്ലോ, അതിൻ്റെ പിന്നണിയിൽ ഒരുപാടുണ്ട്. അതുപോലെ സഹപ്രവർത്തകരുണ്ട്. അപ്പോൾ അവരോട് എല്ലാവരും കൂട്ടായ വിജയമാണ്. അല്ലാതെ ഒരു വ്യക്തിയോടുള്ള എതിർപ്പ് അതിൽ കാണിച്ചുകൊണ്ട് കാര്യമില്ല. അതൊക്കെ എന്താണ്, നമുക്ക് മറ്റുള്ള കാര്യങ്ങൾക്ക് നമുക്ക് എതിർപ്പ് പ്രകടിപ്പിക്കാമെന്നല്ലാതെ സിനിമയോടുള്ള എതിർപ്പ് കാണിച്ചിട്ട് കാര്യമില്ല. കാരണം സിനിമ എന്നുള്ളത് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ ശ്രമഫലമായിട്ട് ഈ ക്രിസ്മസിൻ്റെ ഏറ്റവും നല്ല മൂവിയായിട്ട് ഇത് വരും, വിജയിക്കും. ഓക്കെയാണ്. കോംബോ ക്രിസ്ത്യൻ ബ്രദേഴ്സ് 2020 അതിലൊക്കെ നമ്മൾ ഒരുപാട് കണ്ടല്ലേ. ആ ഒരു കെമിസ്ട്രി കറക്റ്റായി വർക്കായിട്ടുണ്ട്. ഓക്കെയാണ്. എല്ലാം കൊണ്ടും ഒരുപാട് ഇതുവരെ ഇങ്ങനൊരു ജോണറിൽ സിനിമ വന്നില്ല. പിന്നെ മലയാളികൾ പൊതുവെ നല്ല സിനിമ നശിപ്പിക്കുന്ന ഒരു ടീംസാണ്. ഇപ്പം ചുരുളി എന്ന് പറയുന്നൊരു സിനിമ ഞാൻ ആദ്യം കണ്ട അയ്യപ്പനും കോശി എന്ന് പറയുന്നൊരു സിനിമ ഉണ്ട്. ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊരു കമൻ്റ് ഉണ്ട്, അയ്യപ്പനും കോശി എന്ന സിനിമയിൽ അയ്യപ്പൻ നായരാണോ കോശി കുര്യനാണോ റിയൽ ഹീറോ എന്ന്. അതിൻ്റെ അടിയിൽ ഒരുപാട് പേര് റെസ്പോണ്ട് ചെയ്തത് അയ്യപ്പൻ നായർ ഇത്ര വലിയൊരു കാട്ടുമാക്കാനാണെന്ന് അറിഞ്ഞിട്ടും അദ്ദേഹത്തിനെതിരെ നെഞ്ചും വിരിച്ചെന്ന് പോരാടാൻ ഇറങ്ങിയ കോശിയാണ് റിയൽ ഹീറോ എന്ന് പറഞ്ഞത്. കോശിയുടെ പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുമ്പോൾ ഏത് ഇൻഫ്ലുവൻസ് വെച്ചിട്ടും കോശിക്ക് അയാളെ എല്ലാം കൊണ്ട് തീർക്കാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട്. എന്നിട്ട് നേർക്ക് നേർന്ന് ഫൈറ്റ് ചെയ്യാൻ ഇറങ്ങിയ കോശിയാണ് ചിലവർക്ക് ഹീറോ. ഈ ജോണറിൽ നമ്മൾ ആരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുന്നുവോ അതുപോലെ നമുക്ക് കരുതാൻ പറ്റുന്ന ഒരു സിനിമ പിന്നീട് ഞാൻ കണ്ടത് ചുരുളിയാണ്. പക്ഷെ അതിലത്തെ ചില വാക്കുകളും ഇതുകൊണ്ടും ആ സിനിമയിൽ ഇപ്പോൾ ചുരുളി ചില സീനുകളൊന്നും ആ ഡയലോഗ് ഇല്ലെങ്കിൽ അത് കണക്ട് ആവില്ല. അതിനെ ഡീഗ്രേഡ് ചെയ്ത് അതിൻ്റെ സംവിധായകനും അതുപോലെ ജോർജ് ജോർജിനൊക്കെ മാനസികമായി ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയവരാണ് ഈ മലയാളികൾ. മലയാളി നല്ലത് കണ്ട അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളത് ഒരു പരിധിവരെ തെറ്റാണ്. നല്ലതിനെ വലിച്ചു കീറാനേ മലയാളികൾക്ക് കഴിയുള്ളൂ. അതുപോലെ തന്നെ നീലക്കുയിൽ, പച്ചക്കുയിൽ, വെള്ളക്കുയിൽ ഒരുപാട് കുയിലുകളുള്ള കാലഘട്ടമാണ്. മലയാളികൾ സ്ഥിരം, ഞാൻ മലയാളികളെ കുറ്റം പറയല്ല, നല്ല ഓഡിയൻസ് ഉണ്ട്. ചുരുളിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഓഡിയൻസ് ഉണ്ട്. മലയാളികൾ ഒരേ ജോണർ ഫോളോ അപ്പ് ചെയ്ത് പോകുന്നവരാണ്. പുതുമ കണ്ടാൽ ഒരു പരിധിവരെ അക്സെപ്റ്റ് ചെയ്യാത്തവരാണ്. ഇതൊരു പുതുമയാണ്. എൻ്റെ വിശ്വാസം ഇത് മലയാളികൾ അക്സെപ്റ്റ് ചെയ്തു എന്ന് തന്നെയാണ്. അക്സെപ്റ്റ് ചെയ്യട്ടെ. നല്ല